പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ. ഈ പാട്ടൊന്ന് മാറ്റി എഴുതണമെന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സഖാവ് പറയുന്നത്. ഏത് പാട്ട്? പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ, സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള ഹിറ്റ് പാട്ടുണ്ടല്ലോ. അതായത് നമ്മുടെ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ LDFന്റെ അടിത്തറ ഇളക്കിയ ഒരു പാട്ട്. പ്രസംഗിക്കാൻ പോലും അറിയാത്ത നേതാക്കന്മാരാണെങ്കിൽ പോലും 4 പേര് കൂടുന്നിടത്ത് ചെന്ന് ഈ പോറ്റിയെ കേറ്റിയെ പാട്ടം ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഫുൾ അത് കേട്ടോണ്ട് നിൽക്കുവാണ്. 1.5 മണിക്കൂർ പ്രസംഗം കേട്ടതിന് തുല്യമായിരുന്നു ഈ പാട്ട്. ഏത്? പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ. ഈ പാട്ട് മാറ്റി എഴുതണം. എങ്ങനെ മാറ്റി എഴുതണമെന്നാണ് ഇന്നലെ അടൂർ പ്രകാശിനെ, അതായത് UDFന്റെ കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചല്ലോ. എന്താണ് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചതിന്റെ കാരണം? ഈ കേസിലെ ശബരിമല സ്വർണം കട്ട കേസിലെ മുഖ്യ പ്രതിയായിട്ടുള്ള പോറ്റിയുടെ കൂടെ ഈ അടൂർ പ്രകാശ് നിന്നു, ഫോട്ടോ എടുത്തു, അയാളുടെ വീട്ടിൽ പോയി എന്നൊക്കെ ഉള്ള കാരണത്തിനാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതുള്ളൂ. അങ്ങനെ വിളിപ്പിക്കട്ടെ. അങ്ങനെ ഈ പോറ്റിയുമായിട്ട് ബന്ധമുള്ള കോൺഗ്രസ്സുകാരന്മാരെ എല്ലാവരെയും വിളിപ്പിക്കട്ടെ. ഫോട്ടോ എടുത്തവനെയും കക്കാൻ കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ അവരെയും എല്ലാവരെയും, കള്ളപ്പണം വെളുപ്പിച്ചവനെയും എല്ലാവരെയും വിളിപ്പിക്കണം. പക്ഷേ ശിവൻകുട്ടി സഖാവ് ഒരു കാര്യം കൂടെ ആലോചിച്ച് നോക്കണം. ഈ SIT ഈ കേസ് എടുത്ത് അന്വേഷണം തുടങ്ങിയപ്പോൾ അറസ്റ്റ് ചെയ്തതിൽ എത്ര പേര് നിങ്ങളുടെ പാർട്ടിക്കാരുണ്ട്? നിലവിൽ ഇപ്പോഴും നിങ്ങളുടെ പാർട്ടി അംഗത്വത്തിൽ നിന്നും, പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഒരു സസ്പെൻഷൻ പോലും കൊടുക്കാതെ പിടിച്ച് വച്ചേക്കുന്ന ആൾക്കാർ വരെ നിങ്ങളുടെ ഇതിനകത്തുണ്ട്, ആ പാർട്ടിക്കകത്തുണ്ട്. അവരിപ്പോഴും SITയുടെ കസ്റ്റഡിയിലുണ്ട്. ചിലർ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, ഇനി ചിലർ ജാമ്യത്തിൽ ഇറങ്ങും. കുറ്റപത്രം സമർപ്പിക്കാതെ ഈ 90 ദിവസം കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ജാമ്യം കിട്ടുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ കേസൊക്കെ ഇനി എവിടെ പോകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഈ കേസിൽ CPMകാരും CPIക്കാരും മാത്രമല്ല, ഇതിനകത്ത് കോൺഗ്രസ്സുകാർക്കും പങ്കുണ്ട് എന്ന് നിങ്ങൾക്ക് 4 പേരെ കാണിക്കണം. ഇനി ഇലക്ഷൻ വരുവാണല്ലോ, അതിനുവേണ്ടി കുറെ പോസ്റ്ററുകൾ അടിച്ചിറക്കണം. ഇതിൽ കോൺഗ്രസ്സുകാർക്കും പങ്കുണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഒരു ഗിമിക്സ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശിവൻകുട്ടി സഖാവ് ഇപ്പോഴേ പാട്ട് എഴുതി മാറ്റാൻ വേണ്ടി നിൽക്കണ്ട. പാട്ട് നമുക്ക് സമയമാകുമ്പോൾ മാറ്റാം. പാട്ട് സമയമാകുമ്പോൾ മാറ്റാന്നേ. ആ പാട്ടിനകത്ത് കോൺഗ്രസ്സുകാരുടെ പേര് ഉൾപ്പെടുത്തണമെങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്തി നമുക്ക് പാടാം. ഇനി എന്തായാലും അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ഈ പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ടിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വെർഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ അപ്ഗ്രേഡഡ് വെർഷനകത്ത് കഴിഞ്ഞ മുൻ മന്ത്രിയായിട്ടിരുന്നവരുടെ പേരും നിങ്ങളുടെ ഭാഗത്തുള്ള MLAമാരുടെ പേരും മന്ത്രിമാരുടെ പേരും ഉദ്യോഗസ്ഥരുടെ പേരും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സഖാവ് ഇപ്പം പെട്ടെന്ന് ധൃതി പിടിച്ച് പാട്ട് മാറ്റാൻ നിൽക്കണ്ട.